എല്ലാവരെയും ഈ കസേരകളിലേക്ക് വന്നിരിക്കാൻ ക്ഷണിക്കുകയാണ്. ഉടൻ തന്നെ ക്രിയേറ്റീവ് ഹട്ടിലെ വിദ്യാർത്ഥികളായ നന്ദന, കൃഷ്ണ, ആൽക്ക ചേർന്ന് ഡാൻസ് പ്രോഗ്രാം ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുക. 3 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണ రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి కుర్చీని మార్చా పెట్టి മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി വെൽക്കം ടു മർണക്കിനൽ ട്രോപ്പി സുന്നലിയങ്കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ സർക്കേസ് ആരംഭം സകലകല അഭ്യാസം സിറയിലല്ല ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം കാർണിവല് മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ചകലിംഗ് സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ് സോബിച്ചേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മറ്റക്കരയുടെ ഒരു കേന്ദ്ര ബിന്ദുവായ ആലിമൂട്ടിൽ ഒരു ഉദ്യാനവും വന്ന് ആളുകൾക്കൊരു ഹാപ്പിനെസ് പാർക്കായി പടുത്തുയർത്തിയ നമ്മുടെ ഇവിടുത്തെ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മഹനീയ സംരംഭം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയൊരു സംരംഭം ഇവിടെ തുടങ്ങാനുള്ള
ആശയം ഉന്നയിച്ചു കൊടുക്കുന്ന അതിൻ്റെ നല്ലവരായ പ്രവർത്തകർക്കും എല്ലാവിധ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാട്ടിൽ ചെറിയ തോതിൽ കലാപരിപാടികളും ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ സംഘടിപ്പിക്കാൻ തോന്നുന്നതിൽ ഇതിൻ്റെ പ്രവർത്തകരോട് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും എന്നും അർപ്പിക്കുകയാണ്. ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും അതെല്ലാം അടുത്ത തവണ നികത്തിക്കൊണ്ടുവരും. തുടക്കമല്ലേ, അതിൻ്റെതായ പോരായ്മകളുണ്ടാകും, എല്ലാവരും സഹിക്കുക. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു സംരംഭം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതല ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റക്കര ജ്ഞാനപ്രകാശിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു പാട്ടുകൂട്ടായ്മ ഈ കുറച്ച് നാളുകളായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാ മാസവും ഞങ്ങൾ കുറച്ച് ആളുകൾ കൃത്യമായ ഡേറ്റില്ല, എല്ലാ മാസവും ഒരു ദിവസം, കാരണം ചില ദിവസങ്ങളിൽ അസൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അവിടെ വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല. മാസത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഈ പരിപാടി അരങ്ങേറുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഒരു ഗാനപ്രകാശിനി എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സൊസൈറ്റിയുടെ സംഘാടകർ അറിയിച്ചതിന് പ്രകാരം ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ സന്ദേശം അയച്ച് കുറച്ച് ആളുകൾ ഇവിടെ പാടാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അർച്ചനയുണ്ട്, രാജചേച്ചിയുണ്ട്, ശ്രീഹരിയുണ്ട്, പിന്നെ കുറച്ച് ആളുകളൊക്കെ കൂടെ എത്തിച്ചേരും. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇന്ന് ജോലിക്ക് പോയവരൊക്കെ എത്തിച്ചേരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ടും ഡാൻസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ടൊരു ഭക്തിഗാനം നമുക്ക് ആലപിക്കാം. എല്ലാവരുടെയും സഹകരണവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഗാനത്തിലേക്ക് കടക്കുകയാണ്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസിപ്പൊരുളേ നിത്യസത്യദയാനിധിയേ ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ഒരികം മൊഴിയണേ. ഇഹപരശാന്തി തൻ അമൃതം അരുളണേ. മനസാകും മൊഴിമേലെ വാഴണേ. ജന്മശരി ശരിയേണമേ. വേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് അഴയിൽ സ്വാമിതൻ പൊന്നണിമേട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് കരയിൽ സ്വാമിതൻ പൊന്നണിമേട്. മാലുകൾ തീർത്തിടുവാനയ്യപ്പ നീ മഹിഷി മാരകൻ ആയിട്. മാലുകൾ തീർത്തിടുവാനയ്യപ്പ നീ മഹിഷി മാരകൻ ആയിട്.
കാലം കൺപാത്തു പരമാർത്ഥ പുണ്യമേ നീ തന്നതല്ലോ ജീവിതം സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ കാടിനുച്ചാരെ പുണ്യാക കടവ് പുലരും സമതതൻ സുന്ദരശീല് പൂവണിക്കാടിനുച്ചാരെ പുണ്യാക കടവ് പുലരും സമതതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു കുണുരയൻ ആത്മാവല്ലയോ കോവില് സ്വാമിക്ക് പമ്പയൊരു കുടുലയൻ ആത്മാവല്ലയോ കോവില് ഇവയോരെ പകരുന്നു ഉയർന്ന കീർത്തനം അറിയണമടിയന്റെ സങ്കടം സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർത്തനേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ തത്വമസി പൊരുളേ നിത്യസത്യദയാനിധിയേ ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ ഇരുമുടി നിറയുമീ ദുരിതം മൊഴിയണേ ഇഹപരശാന്തി തൻ അമൃതം അരുളണേ ധന്യമാകും പുലിമേലെ വാഴണേ ജന്മശരി നീക്കി ശരിയേണമേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ അടുത്ത ഗാനം ആലപിക്കാനായിട്ട് അർച്ചനയും ശ്രീകരയും കൂടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം ആഴത്തായി പകർന്നു വരുമോ കൊഞ്ചും കളിത്തിൻ
തുണയായി ഞാൻ സ്വരനിശ്വാസമായി എൻ ഗാനം സ്വയം വരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ സ്വയം വരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്യാനത്തിൻ്റെ അവിടെ നാട് മുറിച്ച് മന്ത്രി സ്റ്റേജിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ മന്ത്രി വരുമ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഉദ്യാനത്തിന് സമീപം എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അതിനുശേഷം നേരെ മന്ത്രിയോടൊപ്പം ഈ സ്റ്റേജിൻ്റെ സമീപത്തേക്ക് ഒരുമിച്ച് വരാവുന്നതാണ്. ഇവരെല്ലാവരും ഉദ്യാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉഷസുണർന്നു വിളിക്കയായി ഉണരു മനസ്സിൽ സാദരം കനലെരിഞ്ഞൊരു രാവൊടുങ്ങി കനിവ് പോലിത പുതുദിനം ഇന്നലെയാകുലം പുലരി മഞ്ഞല പോൽ ഉരുകി മറയും ഉദയ ശോഭ ഉടയവൻ ചൊരിയും ശുഭം പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിലവയൊരുക്കിടും പരമജ്ഞാനമേ ദൈവമേ കൈവണങ്ങി നമിപ്പു
ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിമ്മി ടിങ്കൽ രാജ്, റവറൻ ഫാദർ തോമസ് വലായത്തിൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, 2019 നവംബർ 1 മറ്റക്കരയിൽ ആരംഭിച്ച മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി കൾച്ചറൽ ആൻഡ് റിസർച്ച് സെൻറ്റർ കഴിഞ്ഞ 6 വർഷക്കാലമായി മറ്റക്കരയുടെ വിവിധ മേഖലകളിൽ സാംസ്കാരിക, ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റക്കരയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതിൽ തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. 2019 ഈ സൊസൈറ്റി പിറന്നു വീണതിന് തൊട്ടു പിറകെയാണ് ലോകമാസകലം കോവിഡ് മഹാമാരി കത്തിപ്പടരുന്നത്. ആ സാഹചര്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഭക്ഷ്യക്കിറ്റ് വിതരണങ്ങളിലൂടെ ഈ മേഖലയിലെ ജനങ്ങളിലൊരു ആശ്വാസമായി നിലകൊള്ളുകയും പിന്നീട് വിവിധ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടും കാർഷിക മേഖലയിലും മറ്റു പ്രതിഭകളെയൊക്കെ പ്രോത്സാഹനങ്ങൾ നൽകി കഴിഞ്ഞ 6 വർഷക്കാലമായി മറ്റക്കരയിൽ ഈ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിച്ചു വരികയാണ്. തുടക്കം കുറിച്ച സമയത്ത് തന്നെ ഇതിലെ കമ്മിറ്റി അംഗങ്ങൾ ഈ മറ്റക്കരയുടെ ഒരു മനോഹാരിത എന്തുകൊണ്ട് ഒരു ടൂറിസം പ്രൊജക്റ്റായി മാറ്റിക്കൂടാ എന്നൊരു അഭിപ്രായം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഈ ആലമൂട് മുതൽ അങ്ങോട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെടികൾ നട്ട് അതിനെ പരിപോഷിപ്പിച്ച് ഈ തരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ച ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ ആ ജീവിതം തന്നെ മാതൃകയാക്കിക്കൊണ്ട് ഒരു ടീം, ശക്തമായ ആ ഒരു ടീമിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് ഈ കഴിഞ്ഞ 6 വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ 6ാം വാർഷികത്തിൻ്റെ ആഘോഷം കൂടിയാണ് ഇന്നിവിടെ നടപ്പാക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ തന്നെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന് മന്ത്രിയായി വളരെയധികം മിന്നുന്ന, തിളങ്ങുന്ന, ഏറ്റവും ബഹുമാന്യനായ പ്രിയങ്കരനായ മന്ത്രി വി.എൻ. വാസവനെ നമുക്ക് ഉദ്ഘാടനത്തിനായി കിട്ടിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ രാഷ്ട്രത്തിൻ്റെ ദൗത്യം എന്താണ്, അങ്ങയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദി കോമൺ മാൻ. ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരുടെ കണ്ണിലെ കണ്ണീരൊപ്പുക എന്നതാണ് ഈ രാഷ്ട്രത്തിൻ്റെ ദൗത്യം. അതാണ് എൻ്റെ ദൗത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കേരളം നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതിദരിദ്രരില്ലാത്ത നാടായി സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായും ദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സംസ്ഥാനവും നമ്മുടെ നാടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു മഹാത്മാവിൻ്റെ പേരിൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനത്തിന് നാട്ടിലെ ജനങ്ങൾ നൽകിയ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക്, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി തുടക്കം മുതൽ ഇതുവരെ നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി നമ്മുടെ ഈ സംഘടനയെ, ഈ ചാരിറ്റബിൾ സൊസൈറ്റിയെ മുന്നോട്ട് നയിക്കുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ആന്റണി കൈമരപ്പാക്കലാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെയേറെ ഔദ്യോഗിക തിരക്കുകൾക്കിടയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മറ്റക്കരയിൽ ജനിച്ചു വളർന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച മന്ത്രിമാരൊരാളായി മാറിയ, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ സഹകരണ, തുറമുഖ, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ ഈ
ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം നാടമുറിച്ചത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ശ്രീ വി എൻ വാസവനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിമ്മിൽ ടിങ്കിൾരാജ് എത്തിയിട്ടുണ്ട്. ശ്രീമതി നിമ്മിൽ ടിങ്കിൾരാജിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ MP-ക്ക് നാളെ പാർലമെൻറ്റ് കൂടേണ്ടതുകൊണ്ട് ഇന്ന് ഇവിടെ എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാന്യായ MLA എത്തും എന്നാണ് അറിയിച്ചത്. അദ്ദേഹത്തെ ഏറെ നമ്മുടെ ബഹുമാന്യായ MLA ചാണ്ടി ഉമ്മനെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ തോമസ് മാമ്പഴയ്ക്കൽ കുറച്ച് താമസിക്കുമെങ്കിലും എത്തും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി നമ്മൾ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന പ്രിയപ്പെട്ട റവൻ ഫാദർ തോമസ് ഓലായത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം സ്വാമി വിശുദ്ധാനന്ദ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബ്ലോക്ക് മെമ്പർ ബിജു എബ്രഹാം പറമ്പകത്ത് താമസിച്ചാലും എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസാ പ്രസംഗങ്ങൾ നൽകുവാനായി ഇവിടെ എത്താമെന്ന് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ തന്നെ ഒരു പങ്കായ ഒരു ഭാഗവത്താക്കിയ മുൻപ് നമ്മുടെ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയായിരുന്ന ബഹു പ്രസിഡന്റ് അകലകുന്നം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ സുധീർ വി ദേവിലാസ നല്ല നാട്ടുകാരെയും ഏറെ സ്നേഹപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സാധ്യതയിലേക്ക് കാൽ വയ്ക്കുന്ന സുപ്രധാനമായ ഒരു നീക്കമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട് ഒരുപക്ഷെ വിദേശികളും സ്വദേശികളുമായി വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന നാടായി കേരളം മാറിയിരിക്കും. നമ്മുടെ ടൂറിസത്തെ ഒരു വ്യവസായമായി തന്നെ കണ്ട് അതിനെല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇതേപോലുള്ള ഗ്രാമീണ ടൂറിസത്തിൻ്റെ വളർച്ച എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. ഈ അടുത്ത കാലത്ത് ടൂറിസത്തിൽ വലിയ സാധ്യതകൾ നമുക്ക് ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ടം ഞങ്ങൾ മിനിങ്ങാന്ന് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ICP അംഗീകാരം വിഴിഞ്ഞത്തിന് കിട്ടി. അത്തരം ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ നമുക്ക് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ക്രൂയിസ് ഷിപ്പിൽ കൂടി അവിടെ കൊണ്ടുവരാനും നമ്മുടെ നാടിൻ്റെ ടൂറിസത്തെ വളർത്തിയെടുക്കാനും കഴിയുന്ന പുത്തൻ സാധ്യതകളും സാഹചര്യങ്ങളും വളർന്നു വരികയാണ്. നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട വലിയ പ്രോജക്റ്റിൻ്റെ വരവോടുകൂടി നമ്മുടെ നാടിൻ്റെ സമ്പൽ വ്യവസ്ഥയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലയ്ക്കും മറ്റ് കാർഷിക മേഖലയ്ക്കുമെല്ലാം
വലിയ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന പുത്തൻ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമാകുന്ന ഒരു പൊതു പശ്ചാത്തലം കൂടി നമുക്കുള്ള ഒരു ഘട്ടത്തിലാണ് ഇവിടെ ടൂറിസത്തിലേക്കുള്ള ഒരു കാൽവയ്പുമായി നമ്മുടെ ഈ സൊസൈറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തന രംഗത്ത് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം മനുഷ്യനെ സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ അവരെ എല്ലാ അർത്ഥത്തിലും കൈപിടിച്ചുയർത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒപ്പം മനുഷ്യ സ്നേഹത്തിന് വേണ്ടി അവർ യാചിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് സഹായഹസ്തവുമായി ഓടിയെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല വിശ്വമാനവതയുടെ സന്ദേശമാണ് സൊസൈറ്റിയുടെ പ്രവർത്തന രംഗത്ത്, രോഗികളെ പരിചരിക്കുന്ന രംഗത്ത്, അവർക്ക് മരുന്നെത്തിക്കുന്ന രംഗത്ത്, അവർക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുക്കുന്ന രംഗത്ത് ഒക്കെ ഇടപെടുന്നു എന്നുള്ള വിശദീകരണം ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല മനുഷ്യത്വപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഉള്ളടക്കമാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഇതിൽ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലാണ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്ത് ഗോഡ്സെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ രാഷ്ട്രപിതാവിനെ നെഞ്ചേറ്റാനും ഒപ്പം രാഷ്ട്രപിതാവിനെ ആദരിക്കാനും നമ്മൾ അതനുസരിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ രാഷ്ട്രപിതാവായി നമുക്ക് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു വീക്ഷണം ഈ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ഗാന്ധിയൻ ഫിലോസഫിയിലെ അർത്ഥപൂർണമായ 8 കാര്യങ്ങൾ. 1, അധ്വാനമില്ലാത്ത സമ്പത്ത്, അത് ആസ്വദിച്ചുകൂടാ. 2, മനസ്സാക്ഷിയില്ലാത്ത ആനന്ദം, അത് ആനന്ദമല്ല. 3, ധാർമ്മികതയില്ലാത്ത വ്യാപാരം, അത് വ്യാപാരമല്ല. 4, വ്യക്തിത്വമില്ലാത്ത അറിവ്, അത് അറിവല്ല. 5, ആദർശമില്ലാത്ത രാഷ്ട്രീയം, അത് രാഷ്ട്രീയമല്ല. 6, ത്യാഗമില്ലാത്ത മതം, അത് മതമല്ല. 7, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, അത് ശാസ്ത്രമല്ല. ഈ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗാന്ധിയൻ ഫിലോസഫിയിലെ ഈ ഉത്കൃഷ്ടങ്ങളായ ചിന്തകൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്കൊരു തരത്തിലും ഒരു നിലയിലും ഒരു സന്ദർഭത്തിലും പെശക് പറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ഗാന്ധിയൻ ഫിലോസഫിയിലെ അർത്ഥപൂർണമായ വചനങ്ങളാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഭാരതം ഒരു പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ന സങ്കല്പം അംഗീകരിച്ച് നമ്മൾ റിപ്പബ്ലിക്കായി തീർന്നതിൻ്റെ 77ാമത്തെ ദിനമാണ്. അല്ലെങ്കിൽ 76 വർഷം പിന്നിട്ട് 77ാമത് വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലെ ധീരന്മാരായ ദേശാഭിമാനികൾ സ്വപ്നം കണ്ട ഒരു മഹാഭാരതം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമുക്ക് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണം. നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാകണം, എല്ലാവർക്കും തൊഴിലുറപ്പാകണം, രാജ്യത്ത് മതേതരത്വം പുലരണം. ഇതെല്ലാം നമ്മൾ സ്വപ്നം കണ്ടതാണ്. 286 പേരുണ്ടായിരുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലി ഭരണഘടനാ ശില്പികളായ മഹാനായ ഡോക്ടർ അംബേദ്കറും പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രഗത്ഭന്മാരുണ്ടായിരുന്ന അസംബ്ലി യഥാർത്ഥത്തിൽ അവസാനമായി നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആദ്യത്തെ വാചകം വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. പിന്നീട് ആ പ്രിയാമ്പിളിൽ വിശദീകരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണം. ആ കാഴ്ചപ്പാട് വളരെ പരിപാവനമാണ്. നമ്മൾ ആ ഭരണഘടനയെ മുറുകെ പിടിക്കുന്നു, അതിനെ നെഞ്ചേറ്റുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ചില സ്ഥലത്തെങ്കിലും ആ ഭരണഘടനയ്ക്കെതിരെ വെല്ലുവിളി വരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഭരണഘടനയെ വെല്ലുവിളിക്കലുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായി നിർവചിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് ഏതൊരു പൗരനും ഏതൊരു മതത്തിലും ഏതൊരു ജാതിയിലും ഏതൊരു ആചാരത്തിലും ഏതൊരു അനുഷ്ഠാനത്തിലും ഏതൊരു വിശ്വാസത്തിലും നിലകൊള്ളാനുള്ള അവസരവും ഏത് ഭക്ഷണം കഴിക്കാനും ഏത് ഭക്ഷണം കഴിക്കാതിരിക്കാനും ഏത് വസ്ത്രം ധരിക്കാനും എല്ലാമുള്ള അധികാരാവകാശങ്ങൾ ഭരണഘടന ഒരു പൗരന് നൽകുന്നു. ആ പൗരന് നൽകുന്ന അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രമണമല്ലേ ആ കളക്കട്ടെ ഈ സർക്കുലർ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവയ്ക്കുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രയോഗമല്ലേ അത്? എന്ത് പ്രചോദനമാണ് ആ കളക്ടർക്ക് ഇതിങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ കിട്ടിയത്? വിശദീകരിക്കണ്ടേ? നമ്മുടെ രാജ്യത്ത് ഞാൻ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും
നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വേണമെന്ന് തീരുമാനിക്കുന്ന നിങ്ങൾക്ക് അവകാശമില്ലേ? നിങ്ങൾക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന വൈകിട്ട് കഴിക്കാൻ ചപ്പാത്തി ഫിഷ് കറിയാണ് അല്ലെ ബീഫാണ്, അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടേ? വേണമെന്നാണ് നമ്മുടെ എല്ലാ അഭിപ്രായം. ഇത് ഭരണഘടന അനുശാസിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും വൈകിട്ട് ഏത് ഭക്ഷണം കഴിക്കണം ഏത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്നു. ആ ഭരണഘടന നമുക്ക് നൽകുന്ന ഈ അവകാശങ്ങളെ ഭരണകൂടം തന്നെ ഈ രംഗത്ത് ഒരുപക്ഷെ ഭൂരിപക്ഷ വർഗീയത ഇളകിയാടാൻ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കുന്നു. വർഗീയത ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും രണ്ടും രാജ്യത്തിന് ആപത്താണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനയുടെ സങ്കല്പങ്ങളിൽ സുപ്രധാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത, ഒരു ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന. നമ്മുടെ നാടിന്റെ നാനാത്വത്തിൽ ഏകത്വം, അത് ഹൈന്ദവനാകട്ടെ, ഇസ്ലാമിയാകട്ടെ, ക്രൈസ്തവനാകട്ടെ, പാഴ്സിയാവട്ടെ, ജൈനനാവട്ടെ, ബൗദ്ധനാവട്ടെ, അവരെല്ലാം ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ, അവരെല്ലാം ഇന്ത്യൻ പൗരന്മാർ. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാൻ ആർക്കാണ് അധികാരം? സ്വാമി വിവേകാനന്ദൻ മതനിരപേക്ഷതയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ വാചാലമായി സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ ആശയത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചത് ബഹിരാകാശത്തിൽ നിൽക്കുമ്പോൾ ഈ ഇന്ത്യയോ അല്ലെ പാകിസ്ഥാനെന്നോ റഷ്യയെന്നോ അമേരിക്കയെന്നോ തോന്നാൻ കഴിയുന്നില്ല, മറിച്ച് ഒരു ഭൂഗോളമാണ് ആ ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ കാണുന്നത്. ആ ഭൂഗോളത്തിൽ നിന്ന് മനുഷ്യരാശി ഉൾക്കൊള്ളുന്ന, ജീവൻ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ഒന്നായി കാണുന്ന അവസരത്തിൽ ഞാൻ ഈ ലോകം അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് വീണ്ടും പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാവരും ഒന്നല്ലേ ശ്വസിക്കുന്നത്? നമ്മൾ കുടിക്കുന്ന ജലം എല്ലാവരും ഒന്നല്ലേ കുടിക്കുന്നു? അതുപോലെ ഭൂമിയിലെ മനുഷ്യ ജീവിതവും മാറിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം, എൻ്റെ എന്ന വ്യത്യാസമില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് സുനിത വില്യംസ് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഉയർന്നു വരികയാണ്. ഇത്തരൊരവസ്ഥ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ ONV തന്റെ അശാന്തി പർവ്വങ്ങൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ, ശാർങ്കുന്തര പക്ഷികൾ എന്ന കവിതാ സമാഹാരത്തിൽ അശാന്തി പർവ്വങ്ങളിൽ കുറിച്ചിട്ടു. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം പത്തനം ജനപദമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു. പുത്രരെ കൊന്ന കൊല്ലിച്ച യുദ്ധത്തിന്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു. സൂര്യന് പിറന്നതൻ പതിറ്റാണ്ടിന് മുമ്പ് ONV നമ്മുടെ മനസ്സിൽ ചേക്കേറുന്ന രൂപത്തിൽ വരച്ചിട്ട ഏറ്റവും ശ്രദ്ധേയമായ കാവ്യഭാവനയാണ്. അന്ന് മുതൽ ഉടലെടുത്ത സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്ന പേരിൽ തരംതിരിക്കുന്നു. സമർപ്പിച്ച ജീവിതവുമായി വരുന്ന കന്യാസ്ത്രീകളെ എന്തിനാണ് കയ്യാമം വെച്ച് കൽത്തുറങ്കിലടച്ച് ഭരണഘടന പ്രകാരം അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവർക്ക് ജാമ്യം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത്? ഈ വേദിയിലിരിക്കുന്ന കുപ്പായമിട്ട അച്ഛനെ പോലുള്ള ഉന്നതന്മാരെ ഒഡീഷയിൽ, ഞാൻ ആ അച്ഛൻ്റെ വീട്ടിൽ, രണ്ടച്ഛന്മാരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഒഡീഷയിൽ അവർ കുർബാന ചെല്ലാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരുപറ്റം ആളുകൾ പള്ളിയിൽ കയറി ആ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വന്ന വിശ്വാസി സമൂഹത്തെ അടിച്ചോടിക്കും. അച്ഛൻ പോലീസ് സ്റ്റേഷൻ വിളിച്ചു. വന്ന പോലീസും ഈ വിശ്വാസികളെ അടിച്ചോടിക്കുന്ന കൂട്ടത്തിൽ കൂടി. ആ അച്ഛൻ പറഞ്ഞത്, ഫാദർ ജോഷി മാത്യുവിനോട് പറഞ്ഞത്, അങ്ങ് വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്തു പോയവർ ഇന്നും തിരിച്ചു വരുന്നില്ല. ഒന്നല്ല, ഈ പിന്നിട്ട വർഷത്തിൽ മാത്രമുണ്ടായത് 1834 ആക്രമണങ്ങളാണ് ഉത്തരപൂർവ്വ ഭാരതത്തിൽ. ഫാദർ സ്റ്റാൻസാമിയെ യഥാർത്ഥത്തിൽ കൊല്ലാക്കൊല ചെയ്ത രൂപത്തിലേക്ക് വന്നു. ഗ്രഹാശ്രയം 2 കുട്ടികളെയും ചുട്ടുകൊല്ലു. ഇങ്ങനെ ഉത്തരപൂർവ്വ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ ഈ തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയത ഇളകിയാടി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പരിപാവനമായ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ ഐക്യത്തിന് വലിയ തുരങ്കം വയ്ക്കുന്ന ഈ നീക്കങ്ങൾ അങ്ങേയറ്റം അപലനീയമാണ്. വള്ളത്തോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗങ്ങളിൽ, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ. ഈ അപജയത്തെ നാം തിരിച്ചറിയാനും ആ അപജയത്തിനെതിരെ നാം നിശ്ചയദാർഢ്യത്തോടുകൂടി ദേശാഭിമാന പ്രചോദിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിർത്താൻ, അതോടൊപ്പം ജനാധിപത്യം സംരക്ഷിക്കാൻ, ഫെഡറൽ സംവിധാനം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ നമുക്ക് എല്ലാ നിലയിലും ഇന്ന് ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കേണ്ട വർത്തമാന കാലഘട്ടത്തിലെ സാംസ്കാരിക ബോധം നമ്മളെ ഭരിക്കണമെന്നാണ്
ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാഷ്ട്രം ഈ റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി നാം കാണേണ്ടത് രാജ്യത്ത് വളർന്നു വരുന്ന വിഭാഗീയ വിധ്വംസക സ്ഥിരീകരണ വാസനകളാണ്. നമുക്കറിയാം, ലോകരംഗത്ത് വളർന്നു വരുന്ന ഏറ്റവും വലിയ സംഘർഷഭരിതമായ സാഹചര്യം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം. ഒരു വർഷത്തിലേറെ നീണ്ടുപോകുന്ന സംഘർഷത്തിൽ എത്രയോ ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചു. ഗാസായ്ക്കെതിരായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എത്രയോ നിരപരാധികളും നിസ്സഹായരും നിരായുധരുമായ ജനങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചു. നരനായാട്ടുകൾ തങ്ങളുടെ ദിനചര്യയായി മാറ്റുന്ന രൂപത്തിലേക്ക് ട്രംപിന്റെ ഭരണ നീക്കങ്ങൾ മാറുകയാണ്. അങ്ങനെ ചെയ്താൽ നമ്മൾ കാണേണ്ടത് എന്താ? ഇറാഖിനെതിരായി മുമ്പ് ആക്രമണം അഴിച്ചുവിട്ട് സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തുന്ന രംഗത്തേക്ക് എത്തുമ്പോൾ ആ ഇറാഖിനെ കുറിച്ച് അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മുരുകൻ കട്ടാക്കട മനോഹരമായ ഒരു കവിത എഴുതിയിരുന്നു. ബാഗ്ദാദ് മണലു കരിഞ്ഞു പറക്കുന്നത്ര കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകേറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണെന്ന് അമ്മ പറഞ്ഞു, അറബിക്കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചി കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പുകരിഞ്ഞു, ആരവമില്ലാതെ അവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു, അരികിലെ അമ്മ പൊതികീറി ചുടു കൗളിൽ പാറി കൈമാത്രം. ഇത് ബാഗ്ദാദാണെന്ന് അമ്മ പറഞ്ഞു, അറബിക്കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദിനെ നോക്കി മുരുകൻ പാടുമ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ച വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളാണ് ആ കവിതയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത്തരത്തിൽ ലോകത്ത് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇവിടെയാണ് നമുക്ക് ഉയരേണ്ടത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമായിരിക്കണം ഈ നാട് എന്നാഗ്രഹിച്ചത് എല്ലാവർക്കും അറിയാം. വിശ്വമഹാഗുരു ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. അദ്ദേഹമാണ് ഏറ്റവും അവസാനമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത് പല മതസാരവുമേകം. അതോടൊപ്പം തന്നെ മതസ്പർദ്ധകൾ വളർത്തുന്നതിനെതിരെ എല്ലാ അർത്ഥത്തിലും നാം ഉണർന്നും ഉയർന്നും പ്രവർത്തിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കുന്ന സാമൂഹ്യ സാഹചര്യം ഉറപ്പാക്കണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആരെയും അട്ടിപ്പായിക്കാൻ പാടില്ല. അതാകട്ടെ ഇന്നത്തെ റിപ്പബ്ലിക് ദിന ചിന്തകൾ. ലോകരംഗത്തായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും ഒക്കെ വളർന്നു വരുന്ന അത്തരം സാഹചര്യങ്ങൾ നമുക്ക് നിശ്ചയമായും എല്ലാ അർത്ഥത്തിലും നമുക്ക് നിരാകരിക്കാനും നമ്മളിൽ ദേശീയബോധം വളർത്തിയെടുക്കാനും സംസ്കാര സമ്പന്നമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ കൂടി വിശ്വമാനവീയത വളർത്തിയെടുക്കാനും കഴിയുന്ന പ്രവർത്തന ശൈലിക്ക് രൂപവും ഭാവവും നൽകി മുന്നോട്ട് പോവുകയാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ധർമ്മം. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ആ സന്ദേശം ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൊടുക്കാം. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ ഇതിൽ പാലിയേറ്റീവ് സെന്റർ കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറെ ശ്രദ്ധേയമായി മാറും. ഒരു കിടപ്പ് രോഗിയെ നമ്മൾ പോയി സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ആ കിടപ്പ് രോഗിക്ക് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അവരുടെ കരങ്ങൾ സ്പർശിക്കുന്നു. ഒരുപക്ഷെ ആ കിടപ്പ് രോഗിക്ക് മരുന്നിനേക്കാളും ഭക്ഷണത്തെക്കാളും എല്ലാം പ്രധാനം ആ കയ്യിൽ കൊടുത്ത ഒരു സ്പർശനം. ആ സ്പർശനത്തിൽ കൂടി വരുന്ന ഒരു ആർദ്രത, ആ ആർദ്രത ആ രോഗിക്കുണ്ടാകുന്ന ഉത്തേജനം അതിപ്രധാനമാണ്. മരുന്നിനേക്കാളും ഭക്ഷണത്തെക്കാളും എല്ലാം പ്രധാനമാണ്. ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ഈ സൊസൈറ്റി എന്നറിയുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങൾ അഭയം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം കൊടുത്ത് കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ എല്ലാവരും ഇട്ടുപോയ ഘട്ടത്തിലായിരുന്നു മെഡിക്കൽ കോളേജിൽ 15,60,50,000 പേർക്ക് അഭയത്തിലൂടെ ഭക്ഷണം നൽകി ഏതാണ്ട് 1.5 വർഷക്കാലം. ആ കാലഘട്ടത്തിൽ ഡെയിലി 3,000-4,000 ആളുകൾക്കാണ് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പലരും ആ കാർഷിക അഭിവൃദ്ധിയെ പുച്ഛിക്കുന്നു, പുറന്തള്ളുന്നു എന്ന രൂപത്തിലേക്ക് വരികയാണ്. ഒരിക്കലും അത് ചെയ്തുകൂടാ. നമ്മുടെ നാട് സമ്പന്നമാകണമെങ്കിൽ ഏതാണ്ട് 75-80% വരുന്ന കൃഷിക്കാരുള്ള നാടാണ് ഈ മഹാഭാരതം. കൃഷിക്കാരും കർഷക തൊഴിലാളികളും ചേർന്ന് നമ്മുടെ നാട്ടിലെ ഭൂമി പണിയെടുക്കുന്നവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഭരണ സംവിധാനം കൂടി കേരളത്തിലെ പോലെ മറ്റ് രാജ്യത്തിലെ ഉത്തരപൂർവ്വ പ്രദേശത്തുകൂടി വന്നാൽ കൃത്യമായി നമുക്ക് കൃഷിയിലൂടെ പുരോഗതി നേടി വ്യവസായത്തിലേക്കുള്ള റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകാം. വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകിയാൽ നമുക്ക് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായി. ശരിയും ശാസ്ത്രീയമായ ഒരു ബോധത്തിൽ കൂടി നീങ്ങിയാൽ ഉൽപാദനോപാധികൾ സാമൂഹികവൽക്കരിക്കപ്പെടുകയും ആസൂത്രണം ജനകീയ താല്പര്യത്തിൽ അധിഷ്ഠിതമാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടി വളർന്നു വന്നാൽ നമുക്ക് ഈ കൃഷിയിലൂടെ
നമുക്ക് വളർത്തിയെടുത്ത് വ്യാവസായിക മുന്നേറ്റത്തിന് അടിത്തറമായി ആ മേഖലയിൽ കൂടി വളർന്നു വരുന്ന വ്യാവസായിക വിപ്ലവം നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകും. അതുകൊണ്ട് കൃഷിക്കാരെ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ടൂറിസം മേഖലയിൽ, കാർഷിക മേഖലയിൽ, അതേപോലെ പാലിയേറ്റീവ് രംഗത്തെല്ലാം ഇടപെടുന്ന തരത്തിലേക്ക് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം നാളുകളിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അതേപോലെ തന്നെ അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള സഹായവും അതുപോലെ തന്നെ വഴികാട്ടിയുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റക്കര ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റിയുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി PG വിനോദ് കുമാർ, ലേബർ കമ്മീഷണർ. വർഷങ്ങളായി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റുമായി വളരെ സ്നേഹബന്ധം പുലർത്തുന്ന വിനോദ് കുമാർ അവരുകളെ വളരെ അടുത്തതായി എബിൻ MD, മലക്കരയിലെ സാധാരണ കുടുംബത്തിൽ പഠിച്ചു വളർന്ന മലയാളത്തിൽ PhD നേടിയ ശ്രീ എബിൻ MD വിദ്യാഭ്യാസപരമായ തിരക്ക് മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബേബിച്ചേട്ടനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തത് മലക്കരയിലെ മാതൃകാപരമായി കൃഷിവൃത്തിയിൽ ഏർപ്പെടുന്നവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യം ശ്രീ രാജൻ തുണ്ടത്തിൽ. വർഷങ്ങളായി കൃഷി ഒരു വ്യവസായവുമായി തുടരുന്ന മാതൃക കർഷകനാണ് ശ്രീ രാജൻ. അടുത്തത് ശ്രീമതി സന്ധ്യ രാധാകൃഷ്ണൻ പൂവക്കുളത്ത്. വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെറ്റില കൃഷിയും വാഴകൃഷിയും എല്ലാം ചെയ്യുന്ന സന്ധ്യ ചേച്ചിയെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ S ഷാജി നെടുമറ്റം വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അനി കരിപ്പാമറ്റത്തിൽ, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ ബേബി കീച്ചേരി വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ വാസുപിള്ള കിഴക്കയിൽ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശ്രീ MU ജോസഫ് ഒരിയങ്കരി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ക്ഷീര കർഷകരെ ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീ KC തോമസ് കോട്ടുപള്ളിയിൽ, ശ്രീ KC തോമസ് കൊട്ടുപള്ളിയിൽ, ശ്രീ കമലാസനൻ വലിയ മറ്റത്തിൽ, ശ്രീ സോമനി രാജൻ മുളയക്കുന്നേൽ, ശ്രീമതി ശൈലജ മുരളി കരിമ്പലാക്കൽ, ശ്രീ A വർക്കി ആലക്കാമുറിയിൽ, ശ്രീ സുകുമാരൻ നായർ ഉറുമ്പിനേക്കാട്, ശ്രീ തോമസ് കരിപ്പാമറ്റത്തിൽ, ശ്രീമതി മഞ്ജു വാസുദേവൻ പുളിമൂട്ടിൽ, ശ്രീമതി വിജയമ്മ കടമാന്തയിൽ, ശ്രീമതി ബിന്ദു വിജയൻ ചെരിക്കനാപ്പുറത്ത്,
മനസ്സിലാവും. കാരണം അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു വൃത്തിയുണ്ട്, അത് കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ അതിന് മുമ്പിൽ നിൽക്കുന്നവരുടെ പ്രത്യേകതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ അവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൃത്തിയാണ്, ക്ലെൻലിനെസ്. ഏത് സ്ഥലത്ത് നമുക്ക് നോക്കിയാലും കാണാൻ സാധിക്കുന്നത് വൃത്തിയാണ്. അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അനുഭവിച്ചത് എല്ലാ 5 മീറ്റർ കൂടുമ്പോഴും ഒരു വേസ്റ്റ് ബിൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ ഉപയോഗിച്ച സാധനം അത് വൃത്തിഹീനമാണ് അല്ലെങ്കിൽ വൃത്തിയില്ലാത്തതാണ്. ഉപയോഗിച്ച സാധനം, ആ ഉപയോഗിച്ച വൃത്തിയില്ലാത്ത വൃത്തിഹീനമായ വസ്തു എന്താണെങ്കിലും അത് നിക്ഷേപിക്കാൻ ഒരു ഇടം കൊടുത്താൽ നമ്മുടെ ദേശത്തെ നമുക്ക് വൃത്തിയുള്ളതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പാടത്തിന്റെ വരമ്പത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വൃത്തിയാണെങ്കിൽ അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതിന് മുൻപോട്ട് ഇറങ്ങേണ്ടത് ജനപ്രതിനിധികളാണ്, നാട്ടുകാരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവരാണ്. അപ്രകാരം ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു പ്രദേശത്തിന് രൂപം കൊടുക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ ഒരു സമൂഹമാണല്ലോ ഈ മറ്റക്കര മെമ്മോറിയൽ ചാരിറ്റബിൾ. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഈ ഒരു വലിയ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഇപ്രകാരം ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഇത് ഇന്നിവിടെ നിങ്ങളെല്ലാവരും ആയിരിക്കുന്നതിൻ്റെയും ഉദ്ദേശവും ലക്ഷ്യവും ഒന്നു തന്നെയാണ്. നമുക്ക് നന്മ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. മറ്റുള്ളവരെ പരിഗണിക്കാതെ, അടുത്തിരിക്കുന്നവരെ പരിഗണിക്കാതെ, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിരിക്കുന്നവരുടെ സംരക്ഷണം നമ്മൾ മനസ്സായി ഏറ്റെടുത്താൽ നമ്മുടെ നാടൊരിക്കലും വൃത്തിയാകില്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമുക്ക് ലക്ഷ്യം നമ്മുടെ നാടാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ നന്മയാണ്. അത് പരിപാലിക്കാനും അത് സംരക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് നമുക്ക് മാനുഷികത ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലാത്തതെല്ലാം ഒരു പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്ന വാചാലതയായിട്ട് തീരുമെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവർ, ഈ ഒരു സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോഴും ഒരുപക്ഷെ അനേകം ആൾക്കാർ ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുണ്ട്. അനേകം ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഒത്തിരിയേറെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ മറ്റക്കര ചാരിറ്റബിൾ സൊസൈറ്റി. മഹാത്മാഗാന്ധിജിയുടെ പേരാണ് അതിന് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയതയുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ സാധിച്ചത്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതും അദ്ദേഹം മഹാത്മാവായി തീർന്നതും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ദൈവാത്മാവുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലും ഈ ദൈവാനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ മരുന്നില്ലാത്തവന് മരുന്ന് കൊടുക്കാനും, ചികിത്സ ചെയ്യാൻ കഷ്ടപ്പെടുന്നവനെ ചികിത്സിക്കാനും, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ആവശ്യമായ സഹായം ചെയ്യാനും നമ്മുടെ മനസ്സ് അനുവദിക്കത്തുള്ളൂ. ആ മനസ്സാണ് മഹാത്മാഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതിന്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തെ ക്രിസ്തു പ്രചോദിപ്പിച്ചെങ്കിൽ, അദ്ദേഹത്തെ ദൈവം പ്രചോദിപ്പിച്ചെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ദൈവാനുഭവം നമ്മളെ പ്രചോദിപ്പിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ദൈവാനുഭവം നമ്മിലൂടെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിന് രൂപം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്, ഒരു പ്രദേശത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും വേദനകളും കണ്ടെത്തി കൈപിടിച്ചുയർത്താൻ അവരെ സാധിക്കുന്നത് അപ്രകാരം നമ്മുടെ ഉള്ളിൽ ഒരു ദൈവാനുഭവം നിറയുമ്പോഴാണ്. അത് തന്നെയാണ്
മഹാത്മാ ഗാന്ധിജിയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയം അഭിമാനിക്കാം. ഈ പ്രദേശത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഈ നല്ല ഒരു സമൂഹത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, വാത്സല്യം കാണിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയതിന് നമുക്ക് നന്ദി പറയാം ദൈവത്തോട്. ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങളും സഹകരണവും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും, നമ്മൾ ഓരോരുത്തരെയും ആത്മാർത്ഥമായിട്ട് ഈ പ്രസ്ഥാനത്തോട് നമ്മൾ ചേരുമ്പോഴാണല്ലോ ഒരു നാടിനെ ഒരു നാട്ടിൽ വെളിച്ചം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്രകാരം ഈ പ്രദേശത്ത് മുഴുവൻ വെളിച്ചം പകരുന്നവരായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും മനസ്സുമടുക്കാതെ മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും അവരെ സർവശക്തനായ ദൈവം പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ജോസഫ് ആന്റണി സർ, ഉദ്ഘാടനം നടത്തിയ നമ്മുടെ എല്ലാം ബഹുമാനീയനായ മന്ത്രി വാസവൻ സർ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ തോമസ് അച്ഛൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജിറ്റിമാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ വാർഷികത്തിൽ, ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം അല്പം സമയം പങ്കിടുവാൻ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷത്തിനേക്കാൾ ഏറെ അഭിമാനമുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം, ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഞാൻ ജോസഫ് സാറിനോടും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. വാസവൻ സാറ് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിജിയുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളുടെ തുടർച്ചയായിരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. വാർഷികത്തിനോടൊപ്പം തന്നെ ഒട്ടനവധി പരിപാടികളാണ് ഇനി ഇവിടെ നടക്കുന്നത്. മാതൃക കർഷകരെ ആദരിക്കൽ, പ്രതിഭകളെ ആദരിക്കൽ, വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നു, അതുപോലെ തന്നെ ജീവകാരുണ്യ സഹായങ്ങൾ നൽകുന്നു. ഇങ്ങനെ ഒട്ടനവധി പരിപാടികൾ നടക്കുന്ന വേളയിൽ ഇത് നിസ്സാരം ഒരു വാർഷികമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. പകരം സമൂഹത്തെ ഉയർത്തുന്ന, മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു സാമൂഹിക ഉത്സവമാണെന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹ മാറ്റം എന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതിനുവേണ്ടി ഓരോ വ്യക്തികളും മുമ്പോട്ട് വന്നിരിക്കണം. അതാണ് നമ്മുടെ മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ പ്രദേശത്ത് പ്രാവർത്തികമാക്കിയിരിക്കും. വളരെ മനോഹരമായ ഒരു പ്രദേശം. വൈകുന്നേരം സമയങ്ങളിൽ ഫാമിലിയോടൊത്ത്, ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കുറച്ച് സമയം പ്രകൃതിയോട് ഒന്നിച്ചിരുന്ന് ചെലവിടുവാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു കോമൺ പ്ലേസ്. അച്ഛനൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്ത് ഇങ്ങനെ വൃത്തിയുള്ള ഒരു കോമൺ പ്ലേസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഉദ്യാനം ഉണ്ടാക്കിയത് വളരെ അഭിനന്ദനീയമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ബിസി ഷെഡ്യൂളാണ്, തിരക്ക് പിടിച്ച ജീവിതം, ടെൻഷൻ പിടിച്ച ജീവിതം. അതല്ലെങ്കിൽ കുട്ടികളും യുവാക്കളും യുവതികളും എല്ലാം മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയമൊക്കെ നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സമയമൊക്കെ മാറ്റിവെച്ച്, തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ, മനസ്സൊന്ന് കുളിർമയേകുവാൻ നമുക്ക് ഇവിടെ വന്ന് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കുവാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള മനുഷ്യർ തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലുള്ള ഒരു ആത്മീയ ബന്ധം അത് കൂട്ടുന്നതിന് നമുക്ക് സാധിക്കും. ഇത് കാണുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലെ നമ്മുടെ യുവാക്കൾക്ക്, ഇവിടെയുള്ള ജനങ്ങൾക്ക് തോന്നണം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു മാഹാത്മ്യം ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം.
നമ്മുടെ മഹാത്മാഗാന്ധിജി സത്യം, അഹിംസ ഇതെല്ലാം പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണവും. ഈ ഉദ്യാന നിർമ്മാണത്തിലൂടെയും അതിൻ്റെ മുമ്പോട്ടുള്ള മേൽനോട്ടത്തിലൂടെയും പരിപാലിക്കുന്നതിലൂടെയും നമുക്ക് ഗാന്ധിജിയുടെ ആ ആശയം നമ്മുടെ നാട്ടിലും നിലനിർത്താം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. പ്രതിഭകളെ ആദരിക്കുന്നതിൻ്റെ കൂടെ അവരുടെ കഴിവുകളെയാണ് ആദരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന ഒരു പ്രശസ്തിയല്ല പ്രതിഭകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ കൊണ്ട് രാത്രിയും പകലും കഷ്ടപ്പെട്ടതിന് ശേഷമാണ് കിട്ടുന്നത്. ഈ പ്രതിഭകള് നമ്മൾ ഒരു സമൂഹം, ഒരു സൊസൈറ്റി ആദരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ്, നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹം നിങ്ങളെ ആദരിക്കും എന്നൊരു മെസ്സേജാണ്. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സൊസൈറ്റികൾ നമ്മുടെ ആദരിക്കൽ പരിപാടികൾ നടത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാകരുത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ, കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മാർക്ക് മേടിച്ച ഒരു SSLC സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ +2ന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആകരുത് നമ്മൾ പഠിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. വിദ്യ ഉള്ള ഒരു ആളാണെങ്കിൽ അവന് സമൂഹത്തിൽ നല്ലൊരു വിലയും നിലയും കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് വിദ്യാഭ്യാസ അവാർഡ് മേടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സമൂഹത്തിനും നാടിനും വേണ്ടി നിങ്ങളുടെ വിദ്യ ഉപയോഗിക്കണമെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മാതൃകാ കർഷകരുണ്ട്. വാസവൻ സാറ് പറഞ്ഞതുപോലെ തന്നെ കർഷകരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. ഇവര് മണ്ണിലേക്ക് ഇറങ്ങി അധ്വാനിച്ചില്ല എങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടത്തില്ല. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല. ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നല്ല ജീവിതമില്ല. ഏറ്റവും അനിവാര്യമായ കാര്യമാണ് നമ്മുടെ നാട്ടിലെ കർഷകര്. അവര് മണ്ണിലേക്ക് ഇറങ്ങി വിയർപ്പൊഴിച്ച് അധ്വാനിക്കുന്നതിന്റെ ഫലമാണ് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം എന്ന് പറയുന്നത്. അവരെ ആദരിക്കുന്നതിലൂടെ നമ്മുടെ ഈ നാടിനെ, അല്ലെങ്കിൽ ഈ മണ്ണിനെ തന്നെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ മറ്റൊരു പ്രവർത്തനമാണ് ജീവകാരുണ്യ സഹായം. അതാണ് നമ്മുടെ ഈ സൊസൈറ്റിക്ക് അവർക്ക് നൽകുവാൻ സാധിച്ചിരിക്കുന്നത്. ഈ 6 വർഷക്കാലം കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. ഇനി വരുന്ന വർഷങ്ങളിലും ഇതിനേക്കാൾ ഏറെ സാമൂഹ്യ പ്രവർത്തനങ്ങളും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമങ്ങളിലും ഏർപ്പെടുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. LP സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്ന ഒരു ചടങ്ങാണ്. ആദ്യമായി മണ്ണൂർ LPS മറ്റക്കര സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതിനുശേഷം സെന്റ് ആന്റണീസ് LPS പട്ടിയാലിമറ്റം പാതുവ സ്കൂളിലെ ടീച്ചറിനെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗവൺമെന്റ് LPS മണൽ മറ്റക്കര അതിനുശേഷം ഗവൺമെന്റ് LPS തച്ചിലങ്ങാട് മറ്റക്കര ഗവൺമെന്റ് LPS ചെമ്പിളാവ് അടുത്തത് കഴിഞ്ഞ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീ ജിയോ എബി കിരൺജിറ, കുമാരി അമൃത MS മുണ്ടയ്ക്കൽ,
കുമാരി അനുശ്രീ മനോജ്, കുമാരി അനുശ്രീ മനോജ് പള്ളി തെക്കേതിൽ. മാസ്റ്റർ അർജുൻ മുരളി മേവൻതാനത്ത്, മാസ്റ്റർ അർജുൻ രാജൻ മനക്കുന്നത്ത്, മാസ്റ്റർ ദേവനാരായൺ എസ് വലിയ മറ്റത്തിൽ, കുമാരി ദിയാമോൾ ദിബു വട്ടപ്പാറയിൽ. പേര് വിളിക്കുന്ന കുട്ടികൾ ക്രമത്തിനനുസരിച്ച് സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണ്. കുമാരി ദിയാമോൾ ദിബു വട്ടപ്പാറയിൽ, കുമാരി ജയലക്ഷ്മി ജെ കുളത്തുങ്കൽ, കുമാരി ജുവൽ സിബി തടമുറിയിൽ, കുമാരി നീലിമ കെ ആർ കളപ്പുരയ്ക്കൽ താഴെ, കുമാരി നിരഞ്ജന ബിജു നെടുമ്പുറത്ത്, കുമാരി നിവേദ്യ എസ് കാരംതാനത്ത്, കുമാരി പാർവതി എസ് നമ്പിച്ചിറ, മാസ്റ്റർ അശ്വിൻ ടി എസ് താഴത്താക്കൽ, മാസ്റ്റർ ഐറിൻ ഷൈജു ജോർജ് കുറ്റിക്കാട്ടിൽ, മാസ്റ്റർ ഋഷികേഷ് എച്ച് നായർ കുന്നത്തട്ടയിൽ, മാസ്റ്റർ ശ്രീഹരി പ്രദീപ് മുറ്റത്തിൽ, മാസ്റ്റർ ശ്രീനന്ദ് എസ് ശ്രീഭവൻ, മാസ്റ്റർ എബിൻ അനീഷ് വട്ടുകളത്തിൽ, കുമാരി ആദിത്യ എം നായർ രോഹിണി, മറ്റക്കര ഹൈസ്കൂളിൽ നിന്നും USS പരീക്ഷയിൽ വിജയികളായിട്ടുള്ള കുട്ടികളുടെ പേര് അനൗൺസ് ചെയ്യുകയാണ്. കുമാരി അനഹ അജിത്, മാസ്റ്റർ നവനീത് എസ്, മാസ്റ്റർ സഞ്ജയ് രാജു, കുമാരി അനന്യ പ്രദീപ്, കുമാരി പൗർണമി ജയകൃഷ്ണൻ, മാസ്റ്റർ ആദിത് എസ്, മാസ്റ്റർ ശിവനന്ദ്. LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള മാസ്റ്റർ അഭിജിത്ത് പി മനീഷ്, മാസ്റ്റർ അഭിജിത്ത് പി മനീഷ്, മാസ്റ്റർ ആദർശ് അജേഷ്, കുമാരി അശ്വിനി ആർ, അവാർഡ് നേടിയിട്ടുള്ള എല്ലാ കുട്ടികളെയും മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബഹുമാനിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക്കിൻ്റെ മംഗളങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ലോകം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളും തത്വങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2019 നവംബർ മാസം 1-ാം തീയതി മറ്റക്കര ആസ്ഥാനമായി കോട്ടയം ജില്ല മുഴുവൻ പ്രവർത്തന മേഖലയായി പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ സൊസൈറ്റി സ്ഥാപിതമായിട്ട് 6 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ
അന്നും ഇന്നും എക്കാലവും നിലനിൽക്കുന്ന ജീവിത ദർശനങ്ങളും മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് അവർക്ക് കരുത്തും കൈത്താങ്ങുമാകുന്നതിനായി ഒട്ടേറെ കർമ്മപദ്ധതികൾ ഇതിനോടകം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ജീവകാരുണ്യ മേഖലയിലും സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും ഒട്ടേറെ വ്യത്യസ്തങ്ങളും നൂതനങ്ങളുമായ കർമ്മപദ്ധതികളും നമ്മുടെ സൊസൈറ്റി ഇതിനോടകം ആവിഷ്കരിച്ച് നടപ്പിലാക്കി. സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാവപ്പെട്ടവരുടെ ഉന്നമനത്തെയും ക്ഷേമത്തെയും ലക്ഷ്യമാക്കി നിർധനർക്കും നിർധന രോഗികൾക്കും നിർധന കിടപ്പ് രോഗികൾക്കും മരുന്ന്, ഭക്ഷണ സാധനങ്ങൾ, ഡയാലിസിസ് കിറ്റ്, വസ്ത്രം, പാലിയേറ്റീവ് സാമഗ്രികൾ, ഭവന നിർമ്മാണ സഹായം എന്നിവയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിർധന വിദ്യാർത്ഥികൾക്കും സഹായങ്ങളും അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തും കലാരംഗത്തും കായിക രംഗത്തും മികവ് പുലർത്തുന്ന പ്രതിഭകളെ ആദരിച്ചു. നമ്മുടെ സൊസൈറ്റി പൊതുജനോപകാരപ്രദവും മാതൃകാപരവുമായ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നതിനായി ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ 6 വർഷങ്ങളിലായി സൊസൈറ്റി ചെലവഴിച്ചിട്ടുണ്ട്. ഇത് അറിയിക്കുന്നതിൽ എനിക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. സൊസൈറ്റി ആരംഭം കുറിച്ച നാൾ മുതൽ നമ്മുടെ മറ്റക്കര നാടിൻ്റെ ആഗ്രഹവും സ്വപ്നവും അറിഞ്ഞുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള കർമ്മപദ്ധതികൾ സൊസൈറ്റി ആവിഷ്കരിച്ച് ഇപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ബെഞ്ചുകൾ സ്ഥാപിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായി ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് വേസ്റ്റ് സാധന സാമഗ്രികൾ പാടത്തിലേക്ക് വലിച്ചെറിയാതെ അവ നിക്ഷേപിക്കുന്നതിനായി 5 വലിയ വേസ്റ്റ് ബിന്നുകൾ റോഡിൻ്റെ ഇരുവശങ്ങളുമായി സൊസൈറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും അഭ്യർത്ഥനയെയും താല്പര്യത്തെയും മാനിച്ച് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ സുരക്ഷിതത്വത്തെയും നന്മയെയും കരുതിയും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തി നന്മയ്ക്കും സമൂഹ നന്മയ്ക്കും ഉതകുന്നതായിരിക്കണമെന്ന കരുതലോടുകൂടി നമ്മുടെ മഹാത്മാഗാന്ധി സ്മാരക ഉദ്യാനത്തിലും ക്യാമറ സിസ്റ്റവും സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ മറ്റക്കര ആലുമൂട് തുരുത്തിപ്പള്ളി ടൂറിസം പദ്ധതി പൂർണ്ണമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിലും ഭാഗികമായി അല്ലെങ്കിൽ അർത്ഥപൂർണമായി ബീജാവാപം ചെയ്യുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനവും ചാരിതാർത്ഥ്യവും നൽകുന്നു. മറ്റക്കര ടൂറിസം പദ്ധതി വിപുലീകരിച്ച് അനന്ത സാധ്യതകളും സൗകര്യങ്ങളുമുള്ള ഒരു ടൂറിസം മേഖലയായി മറ്റക്കര ആലുമൂട് തുരുത്തിപ്പള്ളി പ്രദേശം മാറ്റുവാനായി ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെയും ത്രിപഞ്ചായത്തുകളുടെയും സഹായത്തോടും സഹകരണത്തോടും കൂടി നമുക്കെല്ലാവർക്കും കൂട്ടായ്മയോടുകൂടെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാം. കൂടാതെ നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കായിക രംഗത്തും കലാരംഗത്തും മറ്റു വ്യത്യസ്ത മേഖലകളിലുമുള്ള കഴിവുകളെ കണ്ടെത്തി
അവയെ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിവിധങ്ങളായ കർമ്മപദ്ധതികളും സൊസൈറ്റി ആവിഷ്കരിച്ചു വരുന്നു. നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ നമ്മുടെ സൊസൈറ്റിയെ വളരെ നല്ല നിലയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെയും കരുതലും കൈത്താങ്ങും സഹായങ്ങളും സഹകരണങ്ങളും നൽകിയ മറ്റക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ ബഹുമാന വ്യക്തികളെയും അഭിജയകാംക്ഷികളെയും ഏറെ ആദരവോടും നന്ദിയോടും കൂടെ അനുസ്മരിക്കുകയാണ്. നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങളും ശക്തിയും ആത്മാർത്ഥമായ സഹായവും സഹകരണവുമാണ് ബാലാശ്രമങ്ങൾ പിന്നിട്ട് പ്രതിസന്ധികളെ അതിജീവിച്ചും നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയെ വളർച്ചയുടെ പടവുകളിലേക്ക് നയിച്ചത് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. വളരെ പ്രത്യേകമായി നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനും ഓഫീസായി പ്രവർത്തിക്കുന്നതിനും ഒരു മിനി ഹാൾ തന്നെ സൗമനസ്യത്തോടെ അനുവദിച്ചു നൽകിയ മറ്റക്കര 151 നമ്പർ NSS യോഗത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഏറെ ആദരവോടെ അനുസ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സൊസൈറ്റി ആദ്യമായി ഒരു വിപുലമായ പരിപാടി നടത്തിയത് മറ്റക്കര മണൽ ജംഗ്ഷനിലുള്ള മറ്റക്കര SNDP യോഗത്തിൻ്റെ സ്റ്റേജിൽ വെച്ചായിരുന്നു. മറ്റക്കര SNDP യോഗത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റുമാരോടും ഭാരവാഹികളോടുമുള്ള നിശ്ചയമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ആലമ്മൂട് ജംഗ്ഷനിലുള്ള വസുന്ധര ഷോപ്പിംഗ് കോംപ്ലക്സിലാണല്ലോ. ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നതിനായി ആദ്യമായി ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ബിസിനസ് നടത്തുന്നവരോട് അനുവാദം ചോദിച്ചപ്പോൾ അവർ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. ഇവിടെ ബിസിനസ് നടത്തുന്ന ബഹുമാനപ്പെട്ട ഷിജു വെള്ളാപ്പള്ളിൽ, ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിച്ചേട്ടൻ വാക്കയിൽ, ബഹുമാനപ്പെട്ട ഷാജി യാക്കോ റെയിൻബോ പെയിൻസ്, അതുപോലെ തന്നെ വസുന്ധര ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉടമ ബഹുമാനപ്പെട്ട മനു, അദ്ദേഹത്തിൻ്റെ സഹോദരി മഞ്ജു എന്നിവരോടും ഇവിടെ വിവിധ സ്റ്റാളുകൾ ക്രമീകരിച്ച് ഒരുക്കിയിരിക്കുന്ന എല്ലാ വ്യക്തികളോടും, അതോടൊപ്പം സൊസൈറ്റി സ്ഥാപിച്ച CCTV സ്ഥാപിക്കുന്നതിനും തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും നൽകിയ ബഹുമാനപ്പെട്ട അജി മാടപ്പാട്ടിനോടും മഹാത്മാഗാന്ധി സ്മാരകോദ്യാനത്തിൽ കാര്യങ്ങൾ ഭംഗിയായി ക്രമീകരിക്കുന്നതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അനുവാദങ്ങളും നൽകിയ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി സിന്ധു അനിൽകുമാർ മാടപ്പാട്ടിനോടും മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോടും കൂടാതെ ഈ പരിപാടി ഭംഗിയായി നടത്തുന്നതിന് സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് സുഹൃത്തുക്കളോടും മറ്റക്കര ക്രിയേറ്റീവ് ഹട്ടിലെയും ഈ നാട്ടിലെയും കലാകാരന്മാരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദരപൂർവ്വം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പുതിയതായി ഏറ്റെടുത്ത പുതിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളോടും എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയും ഞാൻ ചെയ്യുകയാണ്. സൊസൈറ്റി ഇന്ന് ഈ വേദിയിൽ വെച്ച് ആദരിച്ച ബഹുമാനപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, പ്രതിഭകൾ, വിദ്യാർത്ഥികൾ എന്നിവരെയെല്ലാം വളരെ പ്രത്യേകമായി അനുമോദിക്കുകയും അവർക്കെല്ലാവർക്കും തുടർന്നും എല്ലാ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. സൊസൈറ്റിയുടെ ക്ഷണം സദയം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മറ്റക്കരയുടെ അഭിമാനം കൂടിയായ ആദരണീയനായ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട VN വാസവൻ അവരുകൾ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിമ്മി തിങ്കൾ രാജ്, അതുപോലെ തന്നെ ശേഖാദിനാഥ് അവൻപാർ തോമസ് ഓലായത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ മഹനീയ വ്യക്തികളോടും സൊസൈറ്റിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയും അവരുടെ മഹനീയവും ശ്രേഷ്ഠവുമായ സാന്നിധ്യത്തെ
ആദരപൂർവ്വം അനുസ്മരിക്കുകയും ചെയ്യുന്നു. ബഹുമാനിയെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും വ്യത്യസ്തമായ വിശ്വാസങ്ങളും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളും പുലർത്തുന്നവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുമാണല്ലോ. എവിടെ സത്യമുണ്ടോ അവിടെ പരാജയമില്ലെന്നും സത്യം എപ്പോഴും വിജയിക്കുമെന്നും ജനപിന്തുണ ഇല്ലെങ്കിലും സത്യം വിജയിക്കുകയും അതിജീവിക്കുകയും ചെയ്യുമെന്നും ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമാണ് ശ്രേഷ്ഠമായ ജീവിതരീതിയെന്നും കണ്ണിന് പകരം കണ്ണ് എന്ന നിയമം ലോകത്തെ അന്ധകാരമാക്കുമെന്നും ഉള്ള മൂല്യങ്ങളും തത്വങ്ങളും നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളും മൂല്യങ്ങളും ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയും നാനാത്വത്തിലെ ഏകത്വമെന്ന ഫെഡറൽ ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി ഏക മനസ്സോടെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഗ്രേഡ് ലഭിച്ച കുമാരി അമൃതവർഷിണി വളരെ സ്നേഹത്തോടെ അമൃതവർഷിണിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അമൃതവർഷിണിക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ജോസഫ് ആന്റണി കൈപ്പര ബ്ലാക്കിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി അകലക്കുന്നം പഞ്ചായത്തിൽ കിടപ്പ് രോഗികൾക്ക് പാലിയേറ്റീവ് സഹായം നമ്മുടെ ട്രസ്റ്റ് നൽകുകയാണ്. ഷൈനി സിസ്റ്ററിനെ വളരെ സ്നേഹത്തോടെ പാലിയേറ്റീവ് കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിന് ഔപചാരികമായി കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സൊസൈറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാഹുൽ കെ സോമൻ കുളത്തുമുറിയിലിനെ സാദരം ക്ഷണിക്കുന്നു. സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജോസഫ് ആന്റണി കൈമര ബ്ലാക്കൽ, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഹകരണ തുറമുഖ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിമ്മി ടിങ്കിൾ രാജ്, ഫാദർ തോമസ് ഓലായത്തിൽ, ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, കഴിഞ്ഞ 6 വർഷക്കാലമായി മറ്റക്കരയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി. വലിയ ആർഭാടപരമായിട്ടുള്ള സമ്മേളനങ്ങളോ പൊതുയോഗങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പലരും ഇപ്പോഴാണ് കൂടിയ പേരും അറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യം മറ്റക്കരയിലെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് അവരുടെ ബുദ്ധിമുട്ടിൽ അവരുടെ കൈത്താങ്ങായി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു മുന്നേറുകയാണ്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക്, കുട്ടികൾ
ഏറിയ പങ്കം ലഹരിക്ക് അടിമയാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ലഹരി സ്പോർട്സ് എന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് മറ്റക്കരയിലെയും ഈ നാട്ടിലെയും കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു കളിക്കളം നിർമ്മിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നു. അത് വലിയ താമസമില്ലാതെ തന്നെ നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ അവർക്ക് ഈ മറ്റക്കരയുടെ മണ്ണിലെത്തി കൃത്യസമയത്തെത്തി നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഈ സൊസൈറ്റിയുടെ പേരിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് തന്നെയാണ്. ഇതിന്റെ തുടക്കം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഞങ്ങളുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഞങ്ങളുടെ കൂടെയുണ്ട്. ശ്രീ ജോസഫ് ആന്റണി കൈമര വിളാക്കലിന് സൊസൈറ്റിയുടെ പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ശ്രീമതി നിമേൽ ടിങ്കിൾ രാജ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. വളരെ സ്നേഹത്തോടെ സൊസൈറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാര്, ഇവിടെ ആദരിച്ച കർഷകര്, പ്രതിഭകള്, വിദ്യാഭ്യാസ അവാർഡ് നേടിയിട്ടുള്ള കുട്ടികൾ, അവരുടെ മാതാപിതാക്കള്, നമുക്ക് ഇന്നിവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുള്ള കാർഷിക സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സുനിൽ തോമസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പരിപാടി ആദ്യം മുതൽ അന്ത്യം വരെ ഈ സമയം വരെ ഇവിടെ നമ്മളോട് സഹകരിച്ച ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാരോടും ഇവിടെ ഈ സ്റ്റേജ് ഒരുക്കുവാൻ സഹായം നൽകിയിട്ടുള്ള നമ്മുടെ മാളികയിലെ മനുചേട്ടൻ, ഈ 3 കടകൾ ദേവിക ടെക്സ്റ്റൈൽസിലെ ബിജുചേട്ടൻ, ഷായി ചേട്ടൻ, വാക്കയിലെ മാതുക്കുട്ടി ചേട്ടൻ, എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ക്രിയേറ്റീവ് ഹട്ടിലെ കുട്ടികളാണ് ഇത് ആദ്യം മുതൽ നമ്മുടെ എല്ലാ ചിത്രങ്ങളും പകർത്തിയത്. അവർക്കുള്ള പ്രത്യേക നന്ദി. ഹോം ബെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്തത്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഈ ഉടൻ തന്നെ ഇപ്റ്റയുടെ സംഗീത സദസ്സും ഇവിടെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ആസ്വദിച്ചതിന് ശേഷം പോകുക. എല്ലാവർക്കും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സൊസൈറ്റിക്ക് വേണ്ടി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒറ്റ വാക്യത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പള്ളിയിലെ
പള്ളിയിലെ ചന്ദനക്കൂടത്തിന് மேகமாய் வந்து போகிறேன் வெண்ணிலா உன்னை தேடினேன் மேகமாய் வந்து போகிறேன் வெண்ணிலா உன்னை தேடினேன் யாரிடம் கூடுத ആൽത്തറക്കാവിലെ മണ്ഡപത്തോണിലായി മിഴികൂമ്പി മൗനമാർന്നതെന്റെ കളമൊഴിയേ അമ്പലമണികൾ തേടുകയായി നിൻ ശ്രുതിമന്ത്രം കാണാക്കൊമ്പിൽ സാന്ദ്രമൊഴുകി വേണുഗാനം മഞ്ചാടി മണി കൊണ്ടു മാണിക്കൂടം നിറഞ്ഞു തില്ലാന പാടുന്ന വനമലർക്കിളിയായി മനസ്സ്